ആഗ്രഹം നല്ലത് തന്നെയാണ്. അവിടെ ഇരിക്കുമ്പോൾ ആർക്കായാലും ഒന്ന് തോന്നും. നാട്ടിൽ നിന്ന് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ഹൈദരാലി വരേണ്ടി വന്നു. ആലോചിച്ചൊക്കെ. സത്യം അസത്യം നമ്മൾ തിരിച്ചറിയാൻ നിൽക്കരുത്, നമ്മൾ കേൾക്കാനേ പാടുള്ളൂ. ഹൈദരാലി ചോദിക്കുമ്പോണ്ടല്ലോ ആരും ഒന്ന് പറഞ്ഞു പോകും. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു മേഖല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധമുണ്ടായാൽ മാത്രം മതി. പക്ഷെ അയാളെ ജോലി ചെയ്യിപ്പിക്കില്ല എന്ന് പറയുന്നതിൽ യോജിക്കാൻ കഴിയില്ല. വരുന്നവരും ബോധ്യം ഉണ്ടാവണം, ചോദിക്കുന്നവർക്കും ബോധ്യം ഉണ്ടാവണം. അതാണെങ്കിൽ വലിയ പ്രശ്നം. നിങ്ങൾ പറഞ്ഞു അയ്യോ ഹൈദരാലി വരുന്നുണ്ട്, 3 കഥകളി പദങ്ങൾ പാട്ട് പാടാറുണ്ട്. കഥാനായകല്ലാത്ത പുള്ളിയല്ലേ അഭിനയിച്ചത്? കേട്ടോ, ഞങ്ങളുടെ സീറ്റിൽ കയറി ഇരുന്ന് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആദ്യമാണ്. Stay tuned. We'll be back with Hyder Ali, with Kalamandalam Hyder Ali. Fast Business Center, your company formation experts. ചേട്ടാ നമ്മളിപ്പം സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോകാം അല്ലേ? അല്ല സ്റ്റുഡിയോയിൽ പോയി നമുക്ക് സ്റ്റുഡിയോ കാണിച്ചു തരാം. സ്റ്റുഡിയോ പ്രസന്റേഴ്സിന്റെ മീറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോ കാണാതെ പോകാൻ പറ്റുമോ? അല്ല ഈ നിങ്ങളുടെ ഈ ലോകം എന്ന് പറയുമ്പോഴേ രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ്? എനിക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ രാവിലെ ഷിഫ്റ്റ് അനുസരിച്ചാണല്ലോ. ഇവിടെ എത്ര മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്? ഇവിടെ ഞങ്ങൾ ഓരോരുത്തർക്കും പല പല സമയത്താണ് ഡ്യൂട്ടി. അതെ, ഓക്കെ. എത്ര മണിക്കൂറാണ്? ഞാൻ രാവിലെ എന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണി തൊട്ടാണ്. 6 തൊട്ട് 11 മണി വരെ നമ്മുടെ ഷോ. ഞാൻ നൈല അർഫാസ് ഞങ്ങൾ 3 പേരോടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 11 മണി തൊട്ട് മായ ഷോ ചെയ്യും. ഞാൻ 3 മണി വരെ ഉണ്ട്. 11 തൊട്ട് 3 മണി വരെ എന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അത് ലൈഫ് സ്റ്റൈൽ ഷോ ആണ്, മിഡ് മോർണിംഗ് ഷോ. അതിനുശേഷമാണ് നിമ്മിയും മിഥുനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണി തൊട്ട് 8 മണി വരെ. 8 മണിക്ക് ശേഷമാണ് ഡോൺ. അപ്പൊ ഞാൻ അതാണ് ജോൺ പറയുന്നത്. പക്ഷെ സത്യം അറിയണോ, അതായത് ഇപ്പൊ 8 മണി തൊട്ട് 11 മണി വരെ ഞാൻ ഷോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഷോ ആണ്. അതായത് മമ്മൂട്ടി പോലും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി ഞാൻ വെറുതെ ഉണ്ടാക്കി പറയല്ല. നോ 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 നോ, മമ്മൂട്ടി കാര്യമായിട്ട് പറഞ്ഞു. സ്റ്റേജ് നല്ലല്ല മമ്മൂട്ടി എല്ലാരും അല്ല, മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഡോണയുടെ ഷോ കേട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ അല്ലേ? ഇത് നിമ്മി നിമ്മി അവിടെ റെഡി ആയിരിക്കും. സ്റ്റുഡിയോയുടെ ചുക്കാൻ മൊത്തം നിമ്മിയുടെ കയ്യിലാണല്ലേ? അപ്പൊ നമ്മള് സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി അല്ലേ? എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഒന്ന് ആങ്കർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം നല്ലത് തന്നെയാണ്. അവിടെ ഇരിക്കുമ്പോൾ ആർക്കായാലും ഒന്ന് തോന്നും, എന്ത് തോന്നും? ഒന്ന് ആങ്കർ ചെയ്യണമെന്ന്. അതല്ലേ? പക്ഷെ എനിക്ക് റേഡിയോ ആങ്കറിങ് അത്ര പരിചയമില്ല. പക്ഷെ എനിക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനല്ല ഇഷ്ടം. പക്ഷെ നമ്മൾ റേഡിയോയില് വിവാദമേ ഉണ്ടാക്കാറില്ല. പക്ഷെ നിങ്ങൾ ന്യൂസുകളിൽ ഞങ്ങളുടെ ന്യൂസ് ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ന്യൂസ് പറയത്തേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് നമ്മൾ വിവാദം ഉണ്ടാക്കാറില്ല. ന്യൂസിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണല്ലോ. അപ്പൊ സത്യവും അസത്യം എങ്ങനെ തിരിച്ചറിയും? സത്യം അസത്യം നമ്മൾ തിരിച്ചറിയാൻ നിൽക്കരുത്, നമ്മൾ കേൾക്കാനേ പാടുള്ളൂ. കേൾക്കുക, പിന്നെ നമ്മളതനുസരിച്ച് നമ്മുടെ എന്തൊരു നിലപാടുണ്ടാവുമല്ലോ. അതായത് താങ്കളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിവാദം വരുന്നത്. ഇത് ന്യൂസ് പോലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വിവാദം. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അല്ല, ഹൈദരാലിയെ പറ്റിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഹൈദരാലി അറിയാം. അപ്പൊ ഹൈദരാലി ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തേലും ഒക്കെ ആദ്യമായിട്ട് ഞാൻ കാര്യം, സാധാരണ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അതായത് ഉത്തരം മുട്ടിപ്പിക്കുന്ന ഒരാളാണ് ഇല്ല, ഞാൻ തുടങ്ങിയില്ല. അല്ലല്ല, ഹൈദരാലി വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബുദ്ധിമുട്ടിക്കാവുന്നതൊക്കെ ഉള്ളൂ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതിന് ഇപ്പൊ വരും നോക്കിയോ. അല്ല, പല വാർത്തകൾ നമ്മള് നാട്ടിലെ വാർത്തകളൊക്കെ നിങ്ങൾ കാണാറുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ നാട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഫോളോ ആണെങ്കിലും, കാരണം ഇവിടെ മലയാളികൾ നല്ലൊരു ശതമാനമുണ്ട്. അപ്പം നല്ല അറിയാലോ ഹൈദരാലി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടിലെ കാര്യങ്ങളും കൂടുതൽ അറിയണം, ഇവിടെ ഉള്ള കാര്യങ്ങളും അറിയണം. നമ്മൾ ആ കാര്യങ്ങൾ, നാട്ടിലെ സാറ്റലൈറ്റിൽ വന്നു വലിയ പ്രിന്റ് മീഡിയ വരുന്നതും ന്യൂസ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഏത് സ്റ്റൈലാണ്? നമ്മൾ സാധാരണ സാറ്റലൈറ്റിലാണെങ്കിൽ രാവിലെ പത്രം വായന ഉണ്ടാവും അല്ലെ? അത് നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ? അല്ല, നമുക്കിപ്പോ 2 രീതിയിലാണ് ഉള്ളത്. നമുക്കിപ്പം ന്യൂസ് ടോപ്പ് ഓഫ് ദി അവർ ന്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂസ്, ഇവിടുന്നുള്ള ലോക്കൽ ന്യൂസ്, പിന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട ന്യൂസ്. നമുക്കിപ്പം ന്യൂസിന് വേണ്ടി ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലെ FM ചാനൽസിൽ ന്യൂസ് ഇല്ല.
നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള FM ചാനൽസിന് ന്യൂസ് ഉണ്ട്. അപ്പം നമുക്കത് പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയും വേണം. ബാക്കിയുള്ള റേഡിയോ സ്റ്റേഷൻസ് വെച്ച് നോക്കുമ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാർക്കാണ് ന്യൂസ് കേൾക്കാനായിട്ട് കൂടുതൽ താല്പര്യം. അതെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ന്യൂസുകൾക്ക് വാല്യൂ ഉണ്ടാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയിക്കാൻ. എനിക്ക് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ബ്രേക്സ് ദ ന്യൂസ് ഫസ്റ്റ് എന്നുള്ളതല്ല. ഈ ഒരു ഓട്ടപ്പായ്ച്ചിൽ നമ്മളില്ല. അത് കാര്യമായിട്ടുള്ള അതായത് കറക്റ്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും നമ്മൾ ന്യൂസ് എടുത്തതിന് ശേഷം ആ ന്യൂസിന്റെ കഴമ്പ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പൊ ഒരു ന്യൂസ് അപ്പോഴത്തേക്ക് 2 ദിവസം ആവുമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ അപ്പൊ തന്നെ തീരുമാനിക്കും. അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ കോവിഡ് ടൈമിൽ ഒരുപാട് റൂൾസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരുന്നിരുന്നു. നമ്മൾ ഒരിക്കലും ഒരു റേസിൽ ഏർപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ വൈകുമായിരിക്കും. ഇപ്പൊ രാവിലെ വന്ന ന്യൂസ് നമ്മൾ ചിലപ്പോൾ ഉച്ചയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. സോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് റിലയബിൾ ആയിട്ടുള്ള വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു സ്റ്റേഷനെ സംബന്ധിച്ച് ഇപ്പൊ ന്യൂസ് മാത്രമല്ല, എന്റർടൈൻമെന്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ, കാരണം ഇവിടെ ജോലിക്ക് പോകുന്ന ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ദുബായിൽ എവറി ടൈം ഇസ് എ ഡ്രൈവ് ടൈം എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് എല്ലാം ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾക്ക് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനിപ്പോൾ ഒരു 15 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. നമുക്ക് ഡെസ്ക് എന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലേ, ഡെസ്കിൽ നിന്നാണ് നമുക്ക് പ്രഷർ വരുന്നത്. ആ പ്രഷർ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഡെസ്ക് അങ്ങ് മാറ്റി. അപ്പൊ പ്രഷർ ഇല്ല. നമ്മളൊക്കെ അങ്ങനെ വർക്ക് ചെയ്തും പ്രഷർ ഭയങ്കരമാണ്. നമ്മളൊരു വാർത്ത കൊടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും മറ്റൊരു ചാനൽ ബ്രേക്ക് ചെയ്യുന്നത്. നമ്മളിത് അറിയും കൂടെ ഇല്ല. നമ്മൾ യാത്രയിലാണ്, റേഞ്ച് ഇല്ലായിരുന്നു. ഡെസ്കിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ ഇത്ര പേര് ആക്സിഡന്റ് മരിച്ചു എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് ഒരാളെ കൂടെ കയറ്റി മരിച്ചു എന്ന് പറയേണ്ട സാഹചര്യം എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു കംപ്ലീറ്റ് ന്യൂസ് ചാനലിന് വരുന്ന ഒരു പ്രഷർ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളുടെ കേസിൽ എന്ന് പറയുമ്പോൾ അതില്ല. സമയമുണ്ട്. എക്സാക്ട്ലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കാര്യം. നമുക്ക് എല്ലാ മണിക്കൂറും നമുക്ക് ഓരോ ഷോ ഉണ്ട്, ഓരോ പ്രസന്റേഴ്സ് ഉണ്ട്. എല്ലാ ടോപ്പ് ഓഫ് ദി അവറിൽ മാത്രമാണ് ന്യൂസ് വരുന്നത്. അപ്പൊ ആ സമയത്ത് അതും ഞങ്ങളുടെ മാക്സിമം എന്ന് പറയുന്നത് മെയിൻ ബുള്ളറ്റിൻ, ഞങ്ങൾക്ക് ഫ്യൂ അവേഴ്സ് മാത്രമേ മെയിൻ ബുള്ളറ്റിൻ ഉള്ളൂ. അത് തന്നെ മാക്സിമം എന്ന് പറയുന്നത് 10 minutes ആണ്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒരു ന്യൂസ് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത് ഒരു പൂർണ്ണ ഒരു കംപ്ലീറ്റ് ന്യൂസ് ചാനലിൽ വരുന്ന ഒരു പ്രഷർ മാത്രമായിരിക്കാം അതെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഇപ്പൊ ന്യൂസ് എല്ലാ ടോപ്പ് ഓഫ് ദി അവർ എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഈ മോർണിംഗ് ഷോയിലും ഉണ്ട്, പിന്നെ മിഡ് മോർണിംഗ് ഷോയിലും കൂടുതലും നമ്മൾ ഈ ന്യൂസ് ഡിസ്കഷൻസ് ഒക്കെ വരുന്നത് ന്യൂസ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് അവിടെ ഞങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലും. അതിനകത്ത് അഭിപ്രായങ്ങളായിട്ടൊന്നും പറയത്തില്ല. ഇതിപ്പോ പറയുന്നത് ജനറലി ഇതൊക്കെയാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അല്ലാതെ നമുക്ക് ബിക്കോസ് മോസ്റ്റ്ലി നമ്മളിവിടെ UAE ആയതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറയുന്നതിന് നമ്മൾ സൂക്ഷിച്ച് വേണം പറയാനായിട്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. അതുകൊണ്ട് നമ്മൾ വേർഡ്സ് ഒക്കെ കുറെ നിന്ന് ഫിൽറ്റർ ഒക്കെ ചെയ്ത് എല്ലാ ന്യൂസും നമുക്ക് പറയാനും പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഫ്രീഡത്തിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ലിബർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊടുക്കുന്ന ന്യൂസ് ഒരു രീതിയിലും നമ്മൾ ബയസ്ഡ് ആകാതെ നമ്മൾ റിലയബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കോൺട്രവേഴ്ഷ്യൽ ആകാൻ പറ്റുന്ന സംഭവം നമ്മൾ കഴിയുന്നതും എടുക്കാറുമില്ല. ഇപ്പൊ എനിക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആകാം, ജോണിന് വേറെ ഉണ്ടാവാം, ഡോണയ്ക്ക് വേറെ ഉണ്ടാവാം. യു ഡോണ്ട് ഡിസ്കസ് ദാറ്റ്. അതല്ല നമ്മളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോ ഒരാളുടെ വ്യക്തിയുടെ അഭിപ്രായം അല്ല എടുക്കുന്നത്. അതല്ല ഞങ്ങളുടെ മോട്ടീവ്. എക്സാക്ട്ലി. എന്താണ് നമ്മൾ അവിടെ നടക്കുന്നത് അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം കൂടുതലും ന്യൂസ് റിലയബിൾ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് അതുമല്ല. അപ്പൊ നിങ്ങൾക്കുള്ള ആ ഒരു പ്രഷർ ഒരിക്കലും നമ്മുടെ മാനേജ്മെന്റിൽ നിന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നല്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണോ കൊടുത്തത് അതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സോ ഈവൻ ഇഫ് യു ഡിലേ ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് യു ഗിവ് ദ റൈറ്റ് ന്യൂസ്. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ആണെങ്കിൽ സത്യസന്ധമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രഷർ നമുക്ക് ഒരിക്കലും ഇല്ല. നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത, റിലയബിൾ ആയിട്ടുള്ള ഒരു വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഷർ. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പാളി പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടൊക്കെ കാണാം, വീട്ടിൽ പോയി വിശേഷങ്ങളൊക്കെ ഡോണിക്ക് പോകാനും പറ്റില്ല. വളരെ ശ്രദ്ധിച്ച കൈകാര്യം ചെയ്യുന്ന. അതുകൊണ്ട് എന്റെ ഷോയിൽ ന്യൂസേ ഇല്ല. അതാണ് ഏറ്റവും രസം. പിന്നെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. 19 years ആയി അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ് ആണല്ലോ. തീർച്ചയായിട്ടും. ഇത് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിയായിട്ടേ ഞങ്ങളിതിന് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. അത് സത്യം. കാര്യം ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നതാണേലും
ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇപ്പം ഹൈദരാബാദ് കണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ വന്ന ലിസണേഴ്സ് അതെ. ഉൾപ്പെടെ ഞങ്ങളെ കാണുന്നത് ഒരിക്കലും ഒരു പ്രസന്റേഴ്സ് ആയിട്ടല്ല. ഞങ്ങളെ കാണുന്നത് അവരുടെ ഫാമിലിയിലുള്ള ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന പോലെയാണ് കാണുന്നത്. പിന്നെ ഞങ്ങളുടെ അവതരണം നേരത്തെ ഒരു പോയിന്റ് ചോദിച്ചു, മുമ്പിൽ വരുമ്പം മറ്റൊരാളായി അതെ. പരകായ ഇല്ല. പ്രവേശനം നടത്താറില്ല. ഞങ്ങൾക്കില്ല. ഞങ്ങളെ ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ, ചില ആൾക്കാർ എല്ലാരും ഒന്നും പറയുന്നില്ല, ചില ആൾക്കാർ മൈക്കിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് കുറെ ആളുകൾ ഒരു- പറയാൻ ആ, ഉദാഹരണം ആ. പറയാൻ തുടങ്ങാൻ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ചില അല്ല ചില ആളുകൾ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ടീമിൽ വളരെ കുറവാണ്. മാറി ഒത്തിരി മാറി. ഇപ്പൊ ഒരുപാട് പേര് മാറി. ഒത്തിരി പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പേഴ്സണാലിറ്റി വന്നോന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. ഈ മൈക്ക് ഓഫ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ ഇയാൾ ഇങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ എന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ അതെ തോന്നുകയും അതെ ചെയ്യും. അതെ. ആ കാലഘട്ടം കഴിഞ്ഞു. കാരണം എല്ലാവർക്കും കുറച്ച് റിയൽ ആയിട്ടാണ് വേണ്ടതെല്ലാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അപ്പം റിയൽ ആയിട്ടുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒറിജിനൽ നമ്മൾ എവിടെ എന്ത് കാണുന്നു അതിനകത്ത് ഇപ്പം ചിലപ്പോൾ അത് ട്രോൾ ചെയ്യാനുള്ള കാര്യമായിരിക്കും വരുന്നത്, പിന്നെ കുറച്ച് നമുക്ക് തമാശ വരുന്ന കാര്യമായിരിക്കും. പക്ഷെ ആ ഒറിജിനൽ സാധനം നമ്മൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വ്യത്യാസം കാരണം ഉണ്ടാവും. എന്താ വെച്ചാൽ ഇതിനകത്ത് എല്ലാരും മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ, അത് നിങ്ങളാണ്. ഓരോ ഇപ്പൊ ഹൈദരാലി പോലെ ഹൈദരാലി മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല. ഞാനിപ്പോ ഹൈദരാലി പോലെ മറ്റൊരാൾ ഉണ്ടാവരുതേ എന്നാണ് പലരുടെയും പ്രാർത്ഥന. ഹൈദരാലി ഇതാണ് രാവിലെ 6 മണി തൊട്ട് 11 മണി വരെ ഇതാണ് സ്പ്രേ. ഇത് നമ്മൾ ഞാൻ ഹൈദരാലിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ ഹൈദരാലി കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. കാരണം നമ്മൾ പണ്ട് സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ തന്നെ ഹൈദരാലി നമ്മളെ ഫുൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഒക്കെ ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഇപ്പം ഹൈദരാലിയുടെ സ്വന്തമായിട്ടുള്ള ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് കാണണ്ടേ? തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും. അതാണല്ലോ നമ്മൾ ഇപ്പൊ ദുബായിലേക്കൊക്കെ വാ, തുടങ്ങുവാണ്. ഇടയ്ക്കിടയ്ക്ക് വാ ദുബായിലേക്ക്. തീർച്ചയായിട്ടും നമ്മൾ ദുബായ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഓഫീസും തുടങ്ങുന്നതാണ്. നമ്മളെല്ലാം ഒരുമിച്ച് കൈകോർത്ത് പോകേണ്ട ആളുകളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ഫ്രീ ആണ്. സാറ്റലൈറ്റ് എന്ന ഇതിൽ നിന്ന് മാറിയപ്പോൾ ഒത്തിരി ഫ്രീ ആകാൻ കഴിഞ്ഞു. ഇപ്പൊ എന്ത് തോന്നുന്നു ഹൈദരാലി? പറയും. എനിക്ക് ഇതാണ് ഞങ്ങൾ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യട്ടെ. റിപ്പോർട്ടർ ടി വി വിടാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ക്ലിക്ക് ബൈറ്റ് ഇത് കൊടുക്കണം. ഞാൻ എന്തിന് റിപ്പോർട്ടർ ടി വി വിട്ടു? അത് അങ്ങനെ ഒരു കാരണത്താൽ ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ ഞാൻ മാറിയതാണ്. അണ്ടർസ്റ്റാൻഡിങ്. അല്ല, എന്നെ പഠിപ്പിച്ചതും എന്നെ ഇത്രയാക്കിയതും നികേഷ് കുമാറാണ്. ഒരിക്കലും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ത്യ വിഷനിൽ തുടങ്ങി റിപ്പോർട്ടർ ടിവിയിൽ എത്തി. 15 വർഷക്കാലം ഇതേ മേഖലയിൽ യാത്ര ചെയ്ത, പക്ഷെ ഇന്ന് വരെ മറ്റൊരു ചാനലിലേക്ക് ഓഫർ വന്നിട്ട് പോലും പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരുന്നു യാത്ര. ഒന്ന് ഇടയ്ക്ക് സൂര്യ ടിവിയിൽ പോയി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു യാത്രയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദുബായിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇല്ല, ഇപ്പൊ നമ്മൾ സ്വന്തമായ പ്രസ്ഥാനം തുടങ്ങിയാണല്ലോ. അതാണ് മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന. അത് മൂവി വേൾഡ് മീഡിയയില് ഓരോ ദിവസവും ആരെങ്കിലുമൊക്കെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നിങ്ങളിപ്പോ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തന്നെയാണ് കൂടുതൽ വ്യൂവേഴ്സും ഉള്ളത് അല്ലേ? 100%. ജൂഡിന്റെ ഒക്കെ ഇന്റർവ്യൂ ഞാൻ വഴിയാണ് ജൂഡിന്റെ പെപ്പയ്ക്കെതിരെയുള്ള ഇന്റർവ്യൂ എന്റെ പെപ്പയ്ക്കെതിരെയുള്ള ഇന്റർവ്യൂ എന്റെ അടുത്താണ് ജൂഡ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് എതിരെയായി പോയി. അല്ല, എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചല്ല, എന്നോട് പറഞ്ഞാണ്. അതെ അതെ. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇഷ്ടമാണത് കൊണ്ടാണല്ലോ എന്റെ അടുത്ത് ഇരിക്കാൻ വരുന്നത് അല്ലേ? അല്ലെങ്കിൽ പറയാലോ ഞാൻ ചോദിക്കുന്ന ചോദ്യം വേണ്ട, നോ കമന്റ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ബാധ്യത എനിക്കില്ലല്ലോ. പക്ഷെ ഹൈദരാലി ചോദിക്കുമ്പോ ഉണ്ടല്ലോ ആരും ഒന്ന് പറഞ്ഞു പോകും. അല്ല, എനിക്ക് ആരോടും വിരോധമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ട്രോള് കേരളത്തിൽ ഉണ്ടാവുന്ന എനിക്കാന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നിടത്ത് പോയാലും നമ്മള് എയറിലാണ് നിൽക്കുന്നത്. അതായത് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരാണല്ലേ? ഇവിടെ വന്നിട്ട് ഞാൻ എയറിലാണ്. അപ്പൊ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് കാണുമ്പോൾ നാട്ടിലെ ഇതിനെ കുറിച്ച് ശല്യമാണ്, നീ ഇവിടെയും വന്നു ചോദിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും ആർട്ടിസ്റ്റുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് സുഹൃത്ത് ബന്ധത്തിലാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട് ഇൻഷാദ് ഉണ്ട്. ഇൻഷാദിന്റെ തുടക്കമായിരുന്നു. അതിലേക്കാണ് ഞാൻ കൈകോർത്തത്. മൊത്തത്തിൽ നമുക്ക് 266 യൂട്യൂബ് ചാനലുണ്ട്. അതാണ് മൂവി വേൾഡ് എന്ന് പറഞ്ഞാൽ 266. അത്രയും ചാനൽസ് ഉണ്ടോ? അപ്പൊ ഈ ഓരോ ചാനൽസിന്റെയും കോണ്ടന്റ് എന്ത് ചെയ്യും? നമ്മൾ സിനിമ റൈറ്റ്സ് വാങ്ങുവാണ്. അതൊരു ന്യൂസ് എന്ന നിലയിലേക്ക് ഞാനും കൂടെ വന്ന് ഞങ്ങൾ കൈകോർത്താണ്. സിനിമകൾ റൈറ്റ്സ് വാങ്ങിച്ച് അത് ഏത് ഭാഷയാണ് നമ്മൾ ഡബ് ചെയ്യുന്നു. ഹൈദരാലി ഭാവിയിൽ ഒരു റിപ്പോർട്ട് മോഡ് ആ ഒരു ലെവലിലേക്കൊക്കെയാണ്. അങ്ങനെ അദ്ദേഹമാണ് ഇൻഷാദാണ് തുടങ്ങി വെച്ചത്. അതിലേക്ക് ഞാൻ കൈകോർത്ത് നമ്മള് ദുബായിൽ ഓഫീസ് ഇടുന്നു. ഓഫീസ് ഇട്ട് നമ്മള് ദുബായിൽ ഒരു പുള്ളി കൈവിടാൻ ശ്രമിച്ചാലും വിടരുത്, കൈ കോർത്ത് തന്നെ പിടിച്ചോളാം. ഞങ്ങൾ ഒരുമിച്ച് തന്നെയുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും.
നമ്മള് ആ സ്ഥലം ഇദ്ദേഹത്തിന് അറിയാം. നമ്മളിവിടുത്തെ കിസൈസ്. അത്രയും സ്ഥലം കിസൈസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒക്കെ യുവയിലെ മലയാളികളുടെ ഒരു അതെ അതെ കൊച്ചു കേരളമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം കരാമയുണ്ട്, കിസൈസ് ഉണ്ട്, ബർദുബായി, മലയാളികൾ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഈ ദുബായി വന്ന് ജോലി ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഓ അതെയോ, അത് ശരി. 90 ആണല്ലോ. അന്ന് എന്തായിരുന്നു ജോലി? അന്ന് നമുക്ക് ഓഡിയോ കാസറ്റ് ലൈബ്രറി ഒക്കെ ആയിരുന്നു. വീഡിയോ കാസറ്റ് ലൈബ്രറി ഒക്കെ ആണോ? ആയിരുന്നു. ഞാൻ ദുബായ് ടു മസ്കറ്റ് യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭയങ്കര ചേഞ്ച് ഫീൽ ഉണ്ടാവില്ല ഇപ്പൊ? പിന്നെ എനിക്കിപ്പോഴും വന്നിട്ട് കാണാം. ഞാൻ അതിന്റെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഓണത്തിനൊക്കെ നമ്മുടെ അസോസിയേഷന്റെ ആളുകൾ വിളിക്കുമ്പോൾ വരാറുണ്ട്. പക്ഷെ എനിക്ക് അന്നും ഇന്നും കണ്ടിട്ട് ചേഞ്ച് വരാത്ത ഒരു സാധനം മാത്രമേ ഷാർജ ഗോൾഡ് സൂക്കിന്റെ എൻട്രൻസ് ബാക്കിയെല്ലാം മാറിയല്ലോ. ദുബായ് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം മാറി. പിന്നെ 5 വർഷം അടുപ്പിച്ച് ദുബായും ഒമാനും വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അപ്പൊ തഴക്കവും പഴക്കവും ചെന്ന വ്യക്തിയാണ്. അങ്ങനെ പറയരുത്. ക്ലിക്ക് ബൈറ്റിനുള്ളതായി. ഈ ജോണിനെ സംബന്ധിച്ചോളം എനിക്ക് ഈ സിനിമയിൽ അന്ന് സിനിമ എടുത്തതിന് ശേഷമാണ് ജോണുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടും ഇദ്ദേഹത്തിന്റെ സിനിമ വരുമ്പോൾ നമ്മൾ പ്രൊമോഷന് വേണ്ടി പോവുകയും ഇന്റർവ്യൂ എടുക്കുകയും എനിക്ക് അന്ന് സുരാജുമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുക, നമ്മുടെ സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു ഭാഗ്യവന്. പക്ഷെ ഇവിടെയാണ് വർക്ക് ചെയ്യണമെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ജോണിനെ കണ്ടപ്പോഴാണ് അപ്പൊ ഞാൻ ഓർത്തു ജോൺ ഇവിടെ ഇന്ന് കപ്പിൾസിനൊക്കെ വിളിച്ചു അതിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വരുവാന്ന് ഞാൻ ഓർത്തു. നമ്മുടെ ഹിറ്റ് എഫ് എം ടീമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് ഇവിടെ RJ ടേൺഡ് ഡയറക്ടർ, RJ ടേൺഡ് ആക്ടർ, RJ ടേൺഡ് ആക്ട്രസ്, RJ ടേൺഡ് പ്ലേബാക്ക് സിംഗർ, RJ ടേൺഡ് പ്രൊഡ്യൂസർ, എല്ലാം ഞാൻ RJ നിന്നോളാം, കുഴപ്പമൊന്നുമില്ല. എല്ലാരും പോയി കഴിഞ്ഞാൽ പിന്നെ റേഡിയോ അല്ല, ഓടിക്കാനായിട്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല. ഡോണ ഇനി ഭാവിയിൽ വരുന്ന ഒരുപാട് സിനിമകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡോണയുടെ മുഖം കാണാൻ സാധിച്ചേക്കും. എനിക്ക് സിനിമയും വേണ്ട, കാരണം ഇവരെല്ലാരും സിനിമയിൽ പോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ തന്നെ അഭിനയത്തിന് താല്പര്യമില്ല. അല്ല അതല്ല, ഈ സ്റ്റേഷന്റെ അഭിനയിക്കുന്നതുകൊണ്ടാണ്. അത് മിഥുന്റെ സ്ഥാനമാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയരുത്. പിന്നീട് എന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ഫയൽ എന്റെ കാണും. അതെ തീർച്ചയായിട്ടും. സിനിമയൊന്നും അത്ര പ്രശ്നമുള്ളതല്ല. സിനിമാ മേഖല നല്ല മേഖലയാണ്, എല്ലാവർക്കും അറിയാം. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു 2 കാര്യം കൂടി ചോദിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മളൊക്കെ ഒരു സാറ്റലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമുള്ള ആ ഫ്രെയിമിൽ നിന്നും അടുത്ത ചാനലിലേക്ക് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. സാലറി നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. 19 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ തുടങ്ങി, കുറെ FM ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഇതിൽ മാത്രം സ്നേഹിച്ച് ഇങ്ങനെ നിൽക്കുന്നു? ഞാൻ എന്റെ ഉത്തരം പറഞ്ഞു ഓക്കെ. കാര്യം ഇതിനു മുൻപും ഈ TV-യിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ചാനലിലൊന്നും ഞാൻ ഒരുപാട് വർഷം ഉണ്ടായില്ല. അതെ, ഓഫ്കോഴ്സ് 3 years ഞാൻ ഉണ്ടായിട്ടുള്ളൂ ടെലിവിഷനിൽ. പക്ഷെ എന്നാൽ കൂടിയും ചോദിച്ചിട്ടുണ്ട്, വേറെ ചാനലിൽ പ്രോഗ്രാംസ് വിളിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുന്നത് എപ്പോഴും എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 നമുക്ക് മടുപ്പ് വരിക, 2 നമുക്ക് വളർച്ച വരണം, 2 ഇതിലും നല്ലതെന്ന് നമുക്ക് തോന്നണം. ഇതിലാണല്ലോ മാറ്റങ്ങൾ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെലിവിഷൻ അപ്പം ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷൻ ആയിരുന്ന സമയത്തും ഇപ്പൊ റേഡിയോയിലായിക്കോട്ടെ ഞാൻ ഹാപ്പിയാണ്. ഇതിലും നല്ലൊരു ബെസ്റ്റ് എന്ന് പറയുന്ന സംഭവം എൻ്റെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല. എല്ലാ ആൾക്കാരും കൊതിക്കുന്നൊരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മള് എന്തിനു വേറെ സ്ഥലത്തോട്ട് പോകണം എന്നുള്ളതാണല്ലോ ഒരു വലിയ ചോദ്യം വരുന്നത്. അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഉത്തരവാട്ടോ ഞാൻ പറഞ്ഞത്. സത്യമാണ്, ഉറപ്പായിട്ടും. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ദുബായ് ഹോൾഡിംഗിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് അതിന്റേതായ ഒരു വാല്യൂ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒരു ഘടകമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇത് ബെറ്റർ ഏത്, നമുക്ക് എപ്പോഴും വളർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് എന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടാവണമല്ലോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇസ് ഗുഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവര് പറഞ്ഞു വിടല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരേ ഒരു പ്രാർത്ഥന. അത് മാത്രമാണ്. സ്ലോയില് പറയാം നമുക്ക്. ഇത്രയും സ്ലോയിൽ പറഞ്ഞാൽ പോലെ. കാരണം എന്താ വെച്ചാൽ ഈ കമ്പനി എന്ന് പറയുന്നത് ഹിസ് ഹൈനസിന്റെ കമ്പനിയാണ്. അപ്പം ഗവൺമെന്റ് ഒരു കമ്പനിയിലാണ്, ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രാജാവിന്റെ കീഴിലുള്ള ഒരു കമ്പനിയിൽ അപ്പുറം എന്താണ് പിന്നെ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ ഒരു വർക്ക് എൻവയൺമെന്റ്, ഈ കമ്പനി നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ ഗോൾഡൻ വിസ ഫസ്റ്റ് വന്നപ്പോ കമ്പനി ഇങ്ങോട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഇത്രയും 19 വർഷമായി ഓൾ RJs ഡിസേർവ് ടു ബി റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ഗോൾഡൻ വിസ തരുമായിരുന്നു കോവിഡ് ടൈമിൽ. അതെ, അപ്പൊ ആലോചിച്ച് നമ്മളാ ഗോൾഡൻ വിസ അറിയുന്നത്
നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ എക്സാക്ട്ലി. അപ്പൊ നമ്മള് ഫസ്റ്റ് കിട്ടിയ ആൾക്കാരിൽ അപ്പൊ അത് കമ്പനി ഇങ്ങോട്ട് നമുക്ക് തന്നതാണ്. അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു. അത് ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് സേയിങ് ദാറ്റ് വി വാല്യൂ യു അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കമ്പനി ചെയ്യുമ്പോ പിന്നെ നമ്മള് വേറെ അതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. വേറൊരു വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു എന്ന് പറയുന്നത് 10 years ആയി ഞാൻ വന്നിട്ട്. അപ്പോൾ അന്നും മറ്റേ ഇന്നും ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഇപ്പം ഇവർ 3 പേരും പറഞ്ഞ പോയിന്റ്സ് ഒന്ന്. രണ്ടാമത്തത് ഈ ടീം ഉണ്ടല്ലോ, ടച്ച്വുഡ് ഈ ടീമിന്റെ ഒരു വലിയൊരു ഒരു എന്താ പറയാ ഒരു ഇൻക്ലൂഷൻ നമ്മളായിട്ട് ബിൽഡ് ചെയ്ത് എടുത്തോണ്ട് വന്നതാണ്. Yes. തീർച്ചയായിട്ടും. ഇപ്പം മിഥുൻ, നൈല, Yes. മായ, നിമ്മി, Yeah. ഇവരെല്ലാവരും ലൈക്ക് നമ്മൾ ഈക്വലി ഇപ്പൊ ഇടയ്ക്കുന്ന് വന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇടയ്ക്കുന്ന് നമ്മുടെ നിന്ന് പോയ ആൾക്കാരാണെങ്കിൽ പോലും Yes. അവരെല്ലാവരും ഉള്ള സമയത്ത് വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ഇവരെല്ലാരും വന്നത് ഇവരുടെ 20s വന്നതാണ് ഇവിടെ. ഓക്കെ, അപ്പൊ 20 years എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രായം പറയാനുള്ള ടാക്ടിക്കൽ. അത് അങ്ങോട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ പറയുന്നത് പക്ഷെ ആ വണ്ടി അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ 19 years ആയി, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫസ്റ്റ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ നാട്ടിലും, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് മെജോറിറ്റി മൊത്തം നമ്മുടെ ടീമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എസൻസ് മനസ്സിലാവുമല്ലോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാരും വിചാരിക്കും ഇപ്പൊ ഒരുപാട് പേര് ഞാൻ നന്നായിട്ട് സംസാരിക്കും, എനിക്ക് RJ ആവണം. ട്രസ്റ്റ് മീ, ഞാൻ വെറുതെ പറയുന്നല്ല. ഈ സ്റ്റേഷൻ തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഫ്രം ദ സ്ക്രാച്ച്. അതായത് ഒരു പാട്ട് പോലും ഇല്ലാത്ത ഒരു കമ്പനിയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇപ്പോഴും നമ്മൾ എല്ലാരും അതാണ് നമുക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. എല്ലാം നന്നായിട്ട് കോഫി ഇടും. അപ്പം ആൾക്കാർ വിചാരിക്കും ദിസ് ഇസ് നിങ്ങൾ RJs, നിങ്ങൾ ഈ ഒരു ജോലി മാത്രം, അതായത് വന്ന് സംസാരിച്ച് പോകുന്നു. ഇപ്പൊ കുറെ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ വി ഡിഡ്ന്റ് ഹാവ് എ മാർക്കറ്റിംഗ് ടീം, വി ഡിഡ്ന്റ് ഹാവ് എ പ്രൈസ് ഡിപ്പാർട്ട്മെന്റ്. ലിസണേഴ്സിനെ വിളിച്ച് പ്രൈസസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് കൊറിയർ ചെയ്യും എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെയാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ എല്ലാം ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ലിറ്ററലി നമ്മുടെ ബേബിയാണ്. ഈവൻ നൗ ഇപ്പൊ നമ്മുടെ ഷോസ് എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഷോന്റെ പ്രൊഡ്യൂസർ നമ്മൾ തന്നെയാണ്. ഈ സ്റ്റേഷന്റെ മ്യൂസിക് മാനേജർ, കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മളാണ്. നമുക്ക് വേറെ പ്രൊഡ്യൂസേഴ്സ് ഇല്ല, നമുക്ക് വേറെ പ്രൊഡ്യൂസർ ഇല്ല. നമ്മൾ തന്നെയാണ്. അത് എല്ലാ എഫ്എമ്മിലും അങ്ങനെയാണ്. നാട്ടിൽ അങ്ങനെയല്ല. ഓരോ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അവര് പുറത്തേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വരാറുണ്ട്. അപ്പൊ അതിന് പ്രൊഡ്യൂസർ വേറെ ആയിരിക്കും. ആങ്കർ മാത്രമായി ഡേ 1 തൊട്ട് ഷോ ചെയ്യുന്ന ആരാണോ ആ വ്യക്തിയാണ് ഈ കൺസോളും ഹാൻഡിൽ ചെയ്യേണ്ടത്. ഞാനത് ശ്രദ്ധിച്ചു വന്നപ്പോ ഫോൺ ഡയൽ ചെയ്യുന്ന ലിസണറിനെ ഡയൽ ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ തന്നെയാണ്. മെസ്സേജസ് എടുക്കുന്നതും നമ്മളെയാണ്, പാട്ട് പ്ലേ ചെയ്യുന്നതും നമ്മളാണ്, എല്ലാം നമ്മളാണ്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് സ്റ്റേഷനായിട്ട്. അത് ഇവിടെ ദുബായിലെ എല്ലാ സ്റ്റേഷനിലും അങ്ങനെയാണ്. എല്ലാ സ്റ്റേഷനും ഇല്ല. ഹിറ്റില് ARL മിക്ക സ്റ്റേഷൻസും അങ്ങനെയാണ്. ഹിറ്റ് തുടക്കം പോലെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കൊന്ന് മറ്റുള്ള റേഡിയോ സ്റ്റേഷൻസ് എനിക്കൊന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പക്ഷെ പ്രൊഡ്യൂസേഴ്സ് അല്ല, അത്ര തസ്തിക ഉണ്ട് പ്രൊഡ്യൂസർ. തസ്തികയുണ്ട്, പക്ഷെ കസേരയില്ല ഇവിടെ. അതവിടെ കിടക്കാം അല്ലേ? അതിന്റെ കസേര ഇനി പുതുതായിട്ട് വാങ്ങിക്കേണ്ടി വരും. ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ ഞങ്ങളിപ്പം. RJ എന്ന നിലയിലേക്ക് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് അല്ലെ? ഞങ്ങളൊക്കെ ഇതിനകത്ത് സിനിമയിലുള്ളതാണല്ലേ. ഇപ്പൊ സിനിമ ഡയറക്ട് ചെയ്തിരുന്നു, സിനിമ ഡയറക്ട് ചെയ്തിരുന്നു. ഇപ്പൊ സിനിമാ മേഖല ഏറ്റവും വലിയ വിഷയമാണ് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടല്ലേ. ഈ വാർത്തയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ 2 പേർക്ക് ഒരു വിലക്ക് വരുന്നു. വിലക്കല്ല, സഹകരണം വേണ്ട എന്ന് പറഞ്ഞു. ഇത്തരം മേഖലയിലുള്ളവർ നമ്മൾ സിനിമ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് പോയി. അതൊക്കെ എങ്ങനെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ RJ മാറ്റിയെടുത്ത് സിനിമ ഡയറക്ടർ എന്ന നിലയിൽ ജോൺ കാണുന്നത്? ഒന്നെന്ന് പറയുന്നത്, നമ്മൾ മലയാള സിനിമയിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് TV വാസുദേവനെ പോലെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം സാറിനെ പോലെയൊക്കെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ പേര് പറഞ്ഞാൽ അത്രയും അറിയാവുന്ന അപ്പച്ചൻ തുടങ്ങി. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. സിനിമയുടെ മുഖം മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യത്തിന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പൂർണ്ണമായും ആ സിനിമ കഴിയുന്നത് വരെ നിൽക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നടന്മാരെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നടന്മാരോട് വ്യക്തിപരമായി സംസാരിച്ച് തീർക്കേണ്ടതാണ്. അതിൻ്റെ പേരിൽ ജോലി നിഷേധിക്കുന്നത് ശരിയായ കാര്യമല്ല. അല്ല, അവർ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്ക് സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം, ഒരു പ്രൊഡ്യൂസറിന് സഹകരിക്കും, പക്ഷേ അതിന്റെ ഉത്തരവാദിത്തം അസോസിയേഷൻ ഏറ്റെടുക്കില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ദാസേട്ടൻ മാത്രം ആയിരുന്നില്ല പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ. നമുക്ക് ഒരു കാലഘട്ടത്തിൽ ദാസേട്ടനും ജയചന്ദ്രനും MG ശ്രീകുമാറും കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണുഗോപാലോ കൃഷ്ണേന്ദ്രനും ഉണ്ണിമേനോനും ഒക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു വാസ്തവം. പക്ഷെ ദാസേട്ടൻ വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്ക്.
ഇപ്പോൾ ഒരുപക്ഷെ ദാസേട്ടന് അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ദാസേട്ടൻ്റെതായ ഡിമാൻഡുകളും അത്രയും ആ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരാളെ വേണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളെ കൊണ്ടുവന്ന് അയാളെ മനസ്സിലാക്കി അയാളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അയാൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക. അയാൾ 12 മണിക്ക് ഷൂട്ടിന് കഴിഞ്ഞാൽ 12 മണിക്ക് വരുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് പ്രൊഡ്യൂസർ പോകാവുള്ളൂ. പിന്നീട് കുറ്റം പറയാൻ പാടില്ല. പിന്നീട് കുറ്റം പറയാൻ പാടില്ല. ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇത് മുൻകൂട്ടി അറിയാതെ വന്ന് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് പരാതി പറയുന്നതിൻ്റെ കാര്യമല്ല. പിന്നെ നടന്മാരെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നടന്മാർ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ ഒരു മേഖലയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുള്ളൂ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ പ്രൊഡ്യൂസറിനെ ബാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മേഖല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധമുണ്ടായാൽ മാത്രം മതി. വേറെ ഒരു വിഷയമില്ല ഇവിടെ. അത് മാത്രം മതി, കാര്യങ്ങൾ ഈസി ആയിട്ട് പോകും. ഈ ലഹരി ഉപയോഗം ഉണ്ട് എന്ന് സിനിമ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മളെല്ലാം ഉൾപ്പെടുന്ന മേഖലയിൽ ലഹരി ഉപയോഗം ഉണ്ട്. ഇല്ലാതെ ഞാൻ പറയാൻ ഒരിക്കലും അംഗീകരിക്കില്ല. പറഞ്ഞാലും സിനിമയിലാവുമ്പോൾ ഒന്നും കൂടെ അത് അറിയാൻ എളുപ്പമാവും. സിനിമയിലാകുമ്പോൾ അത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് അത് അറിയുന്നത്. ഇപ്പൊ സാഹിത്യകാരന്മാര് നമുക്ക് പറയാവുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ? ഞാൻ പേരെടുത്തൊന്നും പറയാൻ തീർച്ചയായിട്ടും വേറെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, എഴുത്തുകാർ, പിന്നെ അതുപോലെ തന്നെ എന്ത് മേഖല എടുത്താലും ഏത് മേഖലയും നമ്മളിപ്പോൾ ഒരു ജോലി ഓരോ ഓഫീസ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും നമുക്കങ്ങനെ പല മേഖലയിലും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും സിനിമ എന്നുള്ളതേ ഉള്ളൂ. അത്രേ കണ്ടാൽ മതി. ഇവർ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ, കൃത്യമായ സമയത്തിന് ഷൂട്ടിന് എത്തുക എന്നുള്ളൊരു ബാധ്യത അവർക്കുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ സെറ്റുകളിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള നിയമ നടപടികൾ വന്നിട്ടുണ്ടല്ലോ. പോലീസ് ഉൾപ്പെടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ പറഞ്ഞത് അതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ ലിമിറ്റിലുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിക്കണമല്ലോ, ഇല്ലേ? ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നത് അറിയിക്കാതൊരു ഷൂട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേഷനിൽ കൃത്യമായിട്ട് അത് അറിയിക്കുന്നുള്ളതുകൊണ്ട് പോലീസുകാർക്കും വന്ന് അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്, വിച്ച് ഇസ് ഗുഡ്. അങ്ങനെ ആവട്ടെ. തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ, അല്ലേ? നേരത്തെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, ആരെയും വിലക്കാനുള്ള അവകാശം നമുക്കില്ല. ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. എവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി അതായത് നീ ജോലി ചെയ്യാൻ പാടില്ല, നമുക്ക് സഹകരിക്കില്ല എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. സഹകരിക്കില്ല എന്ന് പറയാമല്ലോ. എന്താണ് അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരു സംഘടനയാകുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാം. കാരണം അവർക്ക് അതിനകത്ത് വിശ്വാസം ഉണ്ട്. ഇതിന് നടന്നിരിക്കുന്ന സംഭവങ്ങളിൽ അവരെന്തോ വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് ആ നിലപാടെടുക്കാം. പക്ഷെ അയാളെ ജോലി ചെയ്യിപ്പിക്കില്ല എന്ന് പറയുന്നതിൽ യോജിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈവൻ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പില് ഒരാൾ ഇപ്പൊ ജോലി ചെയ്യുന്നില്ല, അയാളെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാന്ന് വെച്ചു, അയാളെ പിരിച്ചു വിടുന്നു. അയാള് ഈ കമ്പനിയിലുള്ള ആൾക്കാർ വിളിച്ചിട്ട് അവരെ വിളിച്ചു അവന് ജോലി കൊടുക്കരുത് എന്നൊരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറയില്ലല്ലോ, അങ്ങനെ ആരും പറയില്ലല്ലോ. ചിലപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ വിളിച്ച് പറഞ്ഞേക്കാം. അപ്പൊ അത് വ്യക്തിപരമായി ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഇതിനകത്ത് ഈവൻ കോർപ്പറേറ്റിൽ പോലും നമുക്കൊരു റെഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റെഫറൽ ഉണ്ട്. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ വെക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മുടെ സിവിയിലൊക്കെ നമ്മൾ റെഫറൻസ് വെക്കും. അപ്പൊ ആ സമയത്ത് ഈ കമ്പനി ആ വ്യക്തിയെ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിപ്പോ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സിനിമയില് ഒരു പ്രൊഡ്യൂസറിന് വളരെ മോശം ഒരു അനുഭവമാണ് ഉണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർ ഇപ്പം അയാളെ കുറിച്ച് പറയും. ഇല്ല, എനിക്ക് പിന്നെ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഇപ്പം ഭാസിയുടെ ഒക്കെ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഭാസി പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭാസിക്ക് ഫേസ് ചെയ്യേണ്ടി എന്ന് വരുന്നപ്പോൾ ഭാസി ഓടിപ്പോയി അങ്ങത്തും എടുക്കും. അങ്ങനത്തെ എഴുത്ത് കൊടുത്ത് കിട്ടിയില്ല, അവിടെ പോയിട്ടുണ്ട്. അല്ല, പക്ഷെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിഗണിക്കുമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപ്രോച്ച് അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാസിക്കും തോന്നിയിട്ടുണ്ടാവും ഒരു പക്ഷേ എന്തെങ്കിലും തിരുത്തണം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തത് ഭാസിയാണ്. ഭാസി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കണം അത് നിൽക്കേണ്ട ഒരു തീരുമാനമാണ് ഭാസി എടുത്തിരിക്കുന്നതെന്ന്. ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഒരു ആർട്ടിസ്റ്റ് നിങ്ങളെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം, പരസ്യമായിട്ട് ഉപയോഗിക്കാൻ പാടാത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും അതേ നാണയത്തിൽ തന്നെ തിരിച്ച് പ്രതികരിക്കണം, മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷം. ഒന്നാമത് പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഞാൻ പിന്നെ വേറൊരു കാര്യം, ഇവിടെ വരുന്ന ആൾക്കാർ ആരും നമ്മുടെ അടുത്ത് മോശപ്പെട്ട ഒരു ടാൻട്രംസും കാണിക്കാറില്ല. ആർട്ടിസ്റ്റുകളാണെങ്കിലും അത് ഈ രാജ്യത്തിന്റെ ഗുണമാണോ അതോ നമ്മുടെ ഗുണമാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരാള് പോലും ഒരു വൃത്തികെട്ട രീതിയിൽ ഓൺ എയർ വന്ന് സംസാരിക്കുകയോ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. മേ ബി ബിക്കോസ് നമ്മുടെ ചോദ്യങ്ങളും അങ്ങനെയാണ്, അവരെ പ്രൊവോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ കുത്തുന്ന ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറില്ല. പിന്നെ അവര് പ്രൊവോക്ഡ് ആയിട്ടല്ല, അവരുടെ വരുമ്പോൾ ഉള്ള മൂഡ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നാട്ടിലൊക്കെ പ്രൊമോഷൻ നടക്കുമ്പോഴത്തേക്ക് അവർ വരുമ്പോൾ ഉള്ള മൂഡ് എന്താന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ ഓഫീസിന്റെ ഈ വാതിൽ കയറി ഇങ്ങോട്ട് വരുന്ന എല്ലാവരുടെയും മൂഡ് ഒന്ന് തന്നെ ആയിരിക്കും.
ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഹാപ്പി ആയിട്ടല്ല അവര് വരുന്നതും ഇന്റൻഷൻ എന്താണ്? ഇറ്റ്സ് എ വെരി ഫൺ പ്ലേസ്. അതെ. അപ്പൊ ഇവര് വരുന്നത് എന്താണ്? ഇവരുടെ സിനിമയെ അവരെ കുറിച്ച് അവരെ പറയാനായിട്ട്. ചൊടിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ജോലി. അവരോട് അവരുടെ സിനിമയെ കുറിച്ച് ചോദിക്കുക. നിങ്ങൾ ഇത്രയും നാളും ഈ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചോദിക്കുക. അപ്പൊ എന്താ ഇപ്പൊ ഹൈദരാലി ഇവിടെ വന്നിരുന്ന നമ്മളിപ്പോ ഹൈദരാലി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മുഴുവൻ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാനില്ല. അപ്പൊ യു വിൽ ഓൾസോ സ്റ്റാർട്ട് ഗെറ്റിംഗ് പ്രൊവോക്ഡ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞു തുടങ്ങും ഇവരെന്നെ എന്താണ് കാണിക്കുന്നത്. അപ്പൊ അതല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും നമ്മൾ ഉത്തരം പറയുമ്പോഴും ഒക്കെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാ വേണ്ടത്. നമുക്ക് പരസ്പരം ലൈക്ക് ഫ്രണ്ട്സ് നമ്മൾ ഇരുന്ന് സംസാരിക്കണം. പിന്നെ- അതാണ് ഇവിടെ നമ്മൾ പിന്നെ ആർട്ടിസ്റ്റുകൾ മനുഷ്യരാണ്. 2 ദിവസത്തെ ഒരു ദിവസത്തെ പ്രൊമോഷൻ ഷൂട്ടായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെ 2 ദിവസത്തെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹൈദരാലി ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ഒരു 15 തവണ അവരെ ഉത്തരവൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു ദേഷ്യമോ മടുപ്പോ ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമല്ലേ. അത് അത് വരുന്നവരും ബോധ്യം ഉണ്ടാവണം, ചോദിക്കുന്നവർക്കും ബോധ്യം ഉണ്ടാവണം. അതാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ് മാറാം. Definitely. തീർച്ചയായിട്ടും മാറാം. അല്ലാതെ വരുന്ന ആൾക്കാരെ തിരിച്ച് ഭാഷ മോശമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അത് ഇന്റർവ്യൂവിലല്ല, ജീവിതത്തിലാണെങ്കിലും. അതാണ് കറക്റ്റ്. അതെ. അത് കറക്റ്റ് ഉത്തരമാണ്. ഞാൻ ചോദിച്ചതിന്റെ കറക്റ്റ് ഉത്തരം അതിലേക്ക് വന്നു. ഈ പറഞ്ഞതുപോലെ ഇപ്പം മാഡം പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ പോയി ചോദിക്കുന്നത് വിവാദങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല. അതെ. അല്ലേ? അതെ. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ ഞാനിവിടെ വാസിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മറുപടി വെച്ചായിരിക്കും ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുക, അല്ലെ? അതെ. ഉത്തരത്തിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യം തീർച്ചയായിട്ടും, ഉണ്ടാവുക. എഴുതി വെച്ച് പോകുന്ന ഒരു ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ വരുമ്പോഴായിരിക്കും ചില സംഭവങ്ങളിൽ വ്യത്യാസം. കാരണം നടനല്ലായിരുന്നെങ്കിൽ സാർ എന്തായേനെ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇപ്പൊ അടുത്ത പ്രസക്തി ഇല്ല. ഒരിക്കലും ഇപ്പൊ മായ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന സ്റ്റാർസിന്റെ ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. അവര് വരുന്നത് ആസ് ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ, ഇപ്പം സിനിമകൾക്ക് വേണ്ടി മാത്രമല്ല വരുന്നത്. ഇവിടെ ഓരോ സ്റ്റാർസും ദുബായിൽ വന്നു കഴിഞ്ഞാൽ അവര് വന്ന് നമ്മളെ ഇവിടെ കാണും, അല്ലെങ്കിൽ ഇവിടെ ഹിറ്റ് എഫ് എമ്മിൽ വന്ന് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അവര് ചുമ്മാതാണെങ്കിലും ഒരു ലൈവ് ഇന്റർവ്യൂ ഒക്കെ പോകാറുണ്ട്. അത് ജോജു ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ജോജു സിനിമയുടെ പ്രൊമോഷൻ മാത്രമല്ല കേട്ടോ, ജോജു വെറുതെ നമ്മളെ കാണാൻ വരും. വെറുതെ താഴെ ഇവിടെ വന്ന് എന്നാ പിന്നെ ജോജു നമ്മളോട് ചെയ്യാം. ചാക്കോച്ചനാണെങ്കിലും ടോവിനോ ഇടയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം വിജയ് യേശുദാസും കൂടെ വന്നിരുന്നു. ചുമ്മാ വന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിച്ച് അതാണ് എന്നും പറഞ്ഞ് ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ വരുന്ന സ്ഥലമല്ല വിചാരിക്കരുത്, അങ്ങനെയല്ല. പക്ഷേ അത് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ 19 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രണ്ട്ലി എൻവയറമെന്റ്. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നണം, അല്ലെ അയ്യോ ഹിറ്റ് എഫ് എം എന്റെ പൊന്നോ ഇങ്ങോട്ട് പോയേ വേണ്ട, അങ്ങനെ നമ്മൾ ഒരിക്കലും ആരെയും നമ്മൾ പറയിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അല്ല, അത് ഒരു ക്വാളിറ്റിയാണ്. അത് നമ്മുടെ സ്ഥാപനത്തിനുള്ള അവരോട് ഇഷ്ടം, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റുമാണ്. ഫോർ എക്സാമ്പിൾ നാളെ ഹൈദരാലി ഇങ്ങോട്ട് വന്ന് നോക്ക്. ഹൈദരാലിക്ക് ഇപ്പൊ നാളെ ഇങ്ങോട്ട് വരാൻ തോന്നണം, അല്ലാതെ നോക്ക് ആ പടി ഉണ്ടല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് ഒരു അടി വെക്കാൻ ഞങ്ങൾ വരും കേട്ടോ. നേരത്തെ ഇറക്കി നാളെ ഈവൻ തങ്ങൾ കണ്ണിലും വരാൻ തോന്നണം ഇങ്ങോട്ട്. നമ്മളെ പിന്നെ എവിടെയെങ്കിലും വെളി വെച്ച് കാണുമ്പോഴത്തേക്കും അയ്യോ ഇറങ്ങി ഓടിയൊക്കെ. അല്ല, ഹൈദരാലി നാളെ വെളി കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞാൻ ഹിറ്റിൽ പോയി ഞങ്ങൾ സംസാരിച്ചു. സി ഐ ഹാഡ് എ ഗുഡ് മൊമെന്റ്. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മള് സ്വാഭാവികമായിട്ടും അതാണല്ലോ വേണ്ടത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് ഇവിടെയുള്ള യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ഹൈദരാലി വരേണ്ടി വന്നു. ആലോചിച്ചൊക്കെ. ഇവിടെ വേറെ മുട്ടൻ കോമഡി ഉണ്ട്, അത് ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം. നിമ്മിയുടെ ഒരു കോമഡി ഉണ്ടായിരുന്നു. മൈക്കിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അത് മൈക്കിൽ പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാലോ, എനിക്ക് കിട്ടിയാൽ മേടിക്കാലോ. ഇനി ആളുകൾ അതെന്താണ് ചോദിച്ചിട്ട് പറയാത്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഹൈദരാലി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കലാമണ്ഡലം ഹൈദരാലി ഒപ്പം ഗോപിയാശാനും ഉണ്ടോ എന്ന് ചോദിച്ചാണ്. നിമ്മി പറഞ്ഞു അയ്യോ ഹൈദരാലി വരുന്നുണ്ട്, 3 കഥകളി പദങ്ങൾ പാട്ട് പാടായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു നിമ്മി, അത് കലാമണ്ഡലം ഹൈദരാലിയാ, ഇത് ഹൈദരാലി. അല്ല നിമ്മി, ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ നിമ്മിക്ക് എന്നെ മനസ്സിലായില്ലായിരുന്നു. ആ നിമ്മി അതെ മൈൻഡില് കഥകളി പദമായിരുന്നു, ആ മൂഡിലായിട്ട്. എന്നോട് ചോദിച്ചു കഥാനായകനകത്ത് പുള്ളിയല്ലേ അഭിനയിച്ചത്? കേട്ടോ.
അല്ല ഇങ്ങനെ ഒരു എനിക്കും ഒരു വലിയൊരു സന്തോഷമായി ഇങ്ങനെ ഒരു ഹിറ്റിൽ വന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ പറ്റുക. 4 പേരായിട്ട് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിരുന്ന എല്ലാവരും കാണുന്നു എന്നോട് പറഞ്ഞിരുന്നു. അപ്പം നൈല ലീവിലാണ്, പിന്നെ അർഫാസിനും വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, അതുകൊണ്ടാണ്. ഒന്നുകൂടെ ഇവിടെ തീരില്ലായിരുന്നല്ലേ. അല്ല എനിക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ വന്ന് നമ്മള് ആദ്യമായിട്ടാണ് ഒരു ഫുൾ റേഡിയോ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെ തീർച്ചയായും അതെ അല്ലേ? തീർച്ചയായും സ്റ്റുഡിയോയില് റേഡിയോയ്ക്ക് അകത്ത് വന്ന് റേഡിയോ പ്രസന്റേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അതെ അല്ലേ? ഞാൻ ഒത്തിരി ഞങ്ങളുടെ സീറ്റിൽ കയറി ഇരുന്ന് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നതും ആദ്യമാണ്. ആരും എടുത്തിട്ടില്ല. ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളെ ഗസ്റ്റ് അത് അതൊരു ഭാഗ്യമല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമൊന്നുമല്ല, അതുവരെ എത്തി കാര്യങ്ങൾ. ഇതാ പറയുന്നത് ഒന്നും തടുക്കാൻ പറ്റില്ല ഹൈദരാലി, ഒന്നും തടുക്കാൻ പറ്റില്ല. അത് ഉറപ്പ് തന്നെ. ഞാൻ വന്നപ്പോ എനിക്ക് എല്ലാം വിട്ടു തന്നു. അതെ അതെ വിട്ടു തന്നു. അതാണ് ഞങ്ങളുടെ മനസ്സ്, ഞങ്ങൾ എല്ലാം ആ വിട്ടു മനസ്സ് തന്നിരിക്കും. വലിയ മനസ്സാണ്. ഇപ്പൊ ചിലപ്പോ നമ്മുടെ സ്ഥാപനത്തിനും അങ്ങനെ കിട്ടണമെന്നില്ല അല്ലെ? അതെ അതെ അതെ. ഓ അതാണോ നിങ്ങളുടെ സമയത്തൊന്നും ഞങ്ങൾ തരൂലല്ലേ? ഞാനല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഉദ്ദേശം മറ്റു സ്ഥാപനങ്ങൾ അതെ. ചിലപ്പോ ഇപ്പൊ നമുക്ക് അവിടെ അകത്ത് പോലും കയറാൻ കഴിയില്ല. അല്ല അത് വേണ്ട, എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോ നമുക്ക് കമ്പനിയുടെ ഒരു പോളിസിയും അതെ, ചിലപ്പോൾ അതെ. സമ്മതിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എന്റെ സ്ഥാപനത്തിൽ ഒന്നല്ല എവിടെയും കയറാം, നമുക്ക് അതിന്റെ മുകളിലേക്ക് ആളില്ല. മറ്റേ ഡെസ്ക് ബെഞ്ച് ഇങ്ങനെ പോവല്ലോ നമ്മുടെ പൊസിഷൻ, പിന്നെ എം ഡി എടുത്ത് അതെ പോകണം. അതെ അതെ. അതില്ല എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ നിങ്ങളാണെല്ലാം, ഇവിടെ ഞങ്ങളാണല്ലോ. അതാണ് അതിന്റെ ഗുണം. എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെ എനിക്കിവിടെ കണ്ടപ്പോൾ ഇന്ന് വന്ന് നേരിട്ട് കണ്ട് ഇതിന്റെ ഈ ചെയറിൽ ഇരിക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ സ്ഥാപനത്തിൽ. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതിന്റെ അടുത്താണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ മനസ്സിലാവില്ല. ഉറപ്പാണ്. മിഥുനാണെങ്കിൽ ഒന്ന് ഞാൻ മിഥുനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളവരെ ഒന്ന് കാണണം. അന്നാണ് ഈ ഡേറ്റ് മിഥുൻ തരണം. ഇന്നാവുമ്പം ഇവിടെ എല്ലാവരും കാണുമെന്ന്, ഒരുമാതിരിപ്പെട്ട എല്ലാവരും കാണും. അവൻ അറിഞ്ഞുകൊണ്ട് ചിലപ്പോ ഈ ഡേറ്റ് തന്നതായിരിക്കത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ ഡേറ്റ് തരില്ലായിരുന്നു, ഇത് വേറൊരു ദിവസത്തേക്ക് മാറ്റി തന്നെയായിരുന്നു. ഈ 2 പരിപാടികളാണ്. ഇന്ന് നമ്മുടെ ബർത്ത്ഡേ പരിപാടിയും അതെ കൊണ്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ഹൈദരം വന്ന് നിന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓണം, ദിവാലി, ഈദ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ദിവസമായിരുന്നു സത്യം പക്ഷെ നമ്മള് ശരിക്കും എൻജോയ് ചെയ്തില്ലേ? അത് ഹൈദരാലിയാണ് പറയേണ്ടത്. അല്ല ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ്. പിന്നെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താഴെ കമന്റ്സ് വായിച്ച് നോക്കുമ്പോഴും മനസ്സിലാവും ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവനൊന്നും വേറെ ഒരു പണിയും ഇല്ലേ? കമന്റുകൾ അതെ അതെ അതെ. നമ്മൾ ഓരോ വീഡിയോയിൽ എടുത്ത് നോക്കിയാലേ നല്ലത് പിന്നെ 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 തീർച്ചയായും ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ, കമന്റുകൾ വായിക്കേണ്ട കുറവില്ല. നമ്മുടെ ചോദ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അതെ അതെ. ചോദ്യങ്ങൾ ചോദിക്കുക, കിട്ടുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാകുമ്പോഴാണ് പരിപാടി ഗംഭീരമാവുന്നത്. തീർച്ചയായിട്ടും. അതെ അതെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ അഭിമുഖം, വളരെ നീണ്ടു നിന്ന അഭിമുഖത്തിൽ വളരെ സന്തോഷവാനാണ്. ഞങ്ങൾ വിചാരിച്ച ഒരു 5 മിനിറ്റ് ഒക്കെ ഹൈദരാലി സംസാരിക്കുള്ളൂ. ഇത് ബാക്കി മൊത്തം എന്തായാലും ഇത് വെട്ടിക്കളയും കുറെയൊക്കെ. ഒന്നുമില്ല. എത്ര episode ആക്കാൻ നിങ്ങള് അത്ര episode ഒന്നും കളയില്ല. പക്ഷെ എന്തായാലും ഇനിയുള്ള യാത്രയിൽ ഞങ്ങളും ദുബായിൽ കൈകോർക്കുകയാണ്. ഒരുമിച്ചുള്ള യാത്രയിലേക്ക് നമുക്ക് പോകണം. തീർച്ചയായിട്ടും. നമ്മുടെ തുടക്കം നമ്മളെല്ലാരോടും പറയുന്നത് ഹബീബി കം ടു ദുബായ്. നമ്മുടെ തുടക്കം ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഐശ്വര്യമായിട്ട് തുടങ്ങി നല്ല രീതിയിൽ ഹിറ്റ് എഫ് എമ്മിൽ നിന്ന് തുടങ്ങിയത് എല്ലാം നന്നായിട്ടതേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഹിറ്റ് അടിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചാണ്. അതുകൊണ്ട് മൂവി വേൾഡ് മീഡിയയും ഹിറ്റ് ആവട്ടെ. തീർച്ചയായിട്ടും. നമുക്ക് മറ്റേ ന്യൂസ് ചാനലാണ്. ന്യൂസ് നോട്ട് 24. അത് നമ്മളോട് ന്യൂസ്, അത് സെപ്പറേറ്റ് ജനറൽ ന്യൂസിലേക്ക് പോകുന്നു. അങ്ങനെ 2 ഇപ്പൊ എന്റർടൈൻമെന്റ് വന്നു. ഞാൻ എന്റർടൈൻമെന്റ് മേഖലയാണ് നോക്കുന്നത്, മെയിനായിട്ട് നോക്കുന്നത്. ഹൈദരാലി എന്റർടൈൻമെന്റ് മേഖലയാണ് നോക്കേണ്ടത്. പിന്നെ കുഴപ്പമില്ല, നമ്മള് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അതെ അതെ. നമ്മുടെ ജീവിതവും ഹാപ്പിയാണ്. യാത്ര തുടങ്ങിയിട്ട് കുറെ വർഷമായി. ഇപ്പോഴും എനിക്ക് ഇതേ മേഖലയിൽ തന്നെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇവിടെ വന്നു നിങ്ങളെ കാണാൻ കഴിഞ്ഞു, നിങ്ങൾ ഒരു സഹകരിച്ചു. പ്രവാസി ജീവിതത്തിൽ നിന്നും ഇവിടം വരെ എത്തി അല്ലേ? തീർച്ചയായിട്ടും അല്ലെ ഹൈദരാലിയെ സംബന്ധിച്ചു തീർച്ചയായും പ്രവാസി ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. വെറും ഒരു ക്യാമറാമാനായി തുടങ്ങി അത് ഇവിടം വരെ എത്തി. അപ്പൊ ഇനി അങ്ങോട്ടും വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കട്ടെ. തീർച്ചയായിട്ടും വളരെ എല്ലാവിധ ആശംസകളും